ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വിഷയം മുളകിലെ പരിചരണം. ഈ വേനൽക്കാലത്ത് നമുക്ക് മുളകിൻ അഭിമുഖീകരിക്കുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. അപ്പം അതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാമെന്നതിനെപ്പറ്റി, അതേപോലെ തന്നെ നമുക്ക് നല്ല വിളവ് എങ്ങനെ ഈ ഒരു സമയത്ത് ഈ വേനൽക്കാലത്ത് നന്നായിട്ട് വിളവ് എങ്ങനെ ലഭിക്കും എന്നതിനെപ്പറ്റിയുമാണ്. അപ്പം ഇത് ഒരു ഇനം മുളകാണ്. ഇത് വേറൊരു ഇനം. ഇനം എന്ന് പറയുന്നത് ഈ ഒരു മുളക് മുകളിലേക്കാണ് നിൽക്കുന്നത്, അപ്പോൾ കാന്താരി നിൽക്കുന്നതിൻ്റെ കൂട്ട്. അപ്പോൾ അതിൻ്റെ ഇനത്തിൻ്റെ പേര് ഉജ്ജ്വല ഇനം മുളകാണിത്. ഇത് സാധാരണ നമ്മൾക്ക് ഈ ഹൈബ്രിഡായിട്ടുള്ള ഒരു മുളകാണ്. ഇത് കുലകുത്തി ഉണ്ടാകുന്നൊരു ഇനം മുളകാണ്. ഇതൊരുപാട് വിളവെടുത്തതാണ്. പിന്നെ ഇനി അടുത്ത സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ വേനൽക്കാലത്തെന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറയുന്ന അസുഖങ്ങൾ ഒരുപാട് കൂടാൻ സാധ്യതയുണ്ട്. അതിലേറ്റവും കൂടുതൽ പച്ചമുളകിൽ ഏറ്റവും കൂടുതൽ അസുഖം വരുന്നത് വെള്ളീച്ചയുടെ ശല്യമാണ്. വെള്ളീച്ചയുടെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇലകൾ പിടിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം പൊട്ടുപോലെ ചെറിയ വെള്ള കളർ കാണും. അത് തുടക്ക സ്റ്റേജിൽ തന്നെ നമുക്കത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ്ട് കണ്ടോ, ഇത് കണ്ടോ, അതിൻ്റെ ചെറിയതായിട്ടുള്ളൊരു വെള്ള പൊട്ട് പോലെ വരുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളീച്ച എന്ന് പറഞ്ഞാൽ അത് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ചിത്രശലഭത്തിൻ്റെ തീരെ പൊടി അത്രയിലെ ഒരു ചിത്രശലഭത്തിൻ്റെ ഒരു കൂട്ടം നമുക്ക് കാണാം. അത് ചെറുതായിട്ട് തന്നെ നമ്മളത് ചെറിയ രീതിയിൽ തന്നെ അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഈ മുളക് തന്നെ അത് നശിച്ചു പോകും. അപ്പം അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ വെർട്ടിസീലിയം എന്ന് പറയുന്ന ഒരു മിത്ര കുമിളുണ്ട്, വെർട്ടിസീലിയം ലെക്കാനി. അപ്പോൾ വെർട്ടിസീലിയം ലെക്കാനി ഒരു 20 ഗ്രാം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് തെളി എടുത്തിട്ടായത് ഇലകളിൽ കൊടുക്കുകയാണെങ്കിൽ അത് ഫംഗസാണ്. ഇലകളുടെ അടിയിലാണ് കൊടുക്കേണ്ടത്, മുകളിലല്ല. ഇലകളുടെ അടിയിൽ കൊടുക്കുകയാണെങ്കിൽ ഈ ഇലകളിൽ വന്നിരിക്കുമ്പോൾ ഇതിൻ്റെ ചിത്രശലഭങ്ങളിൽ ഇത് വീഴുകയും ഇവ സ്പ്രെഡാവും. അതായത് ഫംഗസ് ആ സ്പോറുകൾ അതിൽ സ്പ്രെഡായിട്ട് പിന്നീട് ഈ ഒരു ഇതിൻ്റെ അകത്തു നിന്ന് വളരാൻ അനുവദിക്കാതെ അത് മുഴുവൻ നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു പരിധി വരെ ചെയ്യാം. അതേപോലെ തന്നെ ഈ വെർട്ടിസീല ഒഴിക്കുമ്പോൾ ഒരു ശകലം ശർക്കരയും കൂടെ അതിനകത്തേക്ക് ഒരു നുള്ളി ശർക്കരയും കൂടി ഈ 1 ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കുകയാണെങ്കിൽ ഇവ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ കഞ്ഞിവെള്ളമായാലും മതി. കഞ്ഞിവെള്ളം ഒരുപാട് ഒഴിക്കില്ല, ശകലം മാത്രം ഒഴിക്കാം. അപ്പം ഇത്രയും ചെയ്യുന്നതോടുകൂടി നമുക്ക് ഈ വെള്ളീച്ചയുടെ ശല്യം ഒഴിവാക്കാം. പിന്നെ കുരുടിപ്പ് എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. കുരുടിപ്പ് നമ്മൾ ഒരുപാട് നോക്കി മനസ്സിലാക്കി, അതായത് കുരുടിപ്പ് 2 ടൈപ്പ് ഉണ്ട്. വൈറസ് മൂലമുണ്ട്, അതല്ലാതെ ബാക്ടീരിയ ഉണ്ട്. അപ്പം അതിനുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ മരുന്നുകളെല്ലാം ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് മുളക് ഉണ്ടാകണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊത ഇടുന്ന ഒരു അനിവാര്യ ഘടകമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേനൽക്കാലം ആകുമ്പോൾ ഇതിൻ്റെ വേര് ഉണങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പൊത ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൻ്റെ ആ ഈർപ്പം നിലനിർത്തുകയും എന്നാൽ അമിതമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യില്ല. അമിതമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പച്ചമുളകാണെങ്കിലും പെട്ടെന്ന് അത് വാടിപ്പോവും. അപ്പം വാട്ടരോഗമുള്ള മണ്ണിലാണെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് ചീഞ്ഞു പോവുകയും ചെയ്യും. അപ്പം ഈ ഒരു ഇനം എന്ന് പറയുന്നത് പിന്നെ ഉജ്ജ്വല എന്ന ഇനമാണ്. ഉജ്ജ്വല ഇനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇപ്പോൾ ഈ ഹൈബ്രിഡ് ഇനമാണെങ്കിൽ പോലും പെട്ടെന്ന് ചിലപ്പോൾ വാട്ടരോഗം സംഭവിച്ചു പോകും. അപ്പോൾ ഈ ഉജ്ജ്വലയുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഏത് വാട്ടരോഗമുള്ള സ്ഥലത്തും നമുക്ക് ഉജ്ജ്വല കൊണ്ടുവയ്ക്കാം. എന്ന് വെച്ചാൽ വാട്ടരോഗമുള്ള മണ്ണിൽ ഉജ്ജ്വല കയറി വരും. പലരും ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ ഉജ്ജ്വല എന്ന ഇനത്തേലാണ്. നമുക്ക് കാന്താരി മുളകാലും ഗ്രാഫ്റ്റ് ചെയ്യാം. ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യാം. അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. നമുക്ക് ഗ്രാഫ്റ്റിംഗ് ക്ലിപ്പ് വാങ്ങിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലുള്ള മുളകയിൽ നമുക്ക് ഇതിൻ്റെ തന്നെ തണ്ട് ഒടിച്ച് വെച്ച് ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് വീട്ടിൽ ഇഷ്ടം പോലെ മുളക് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ ചുവട് ഭാഗത്തേക്ക് ഇതുള്ള ഉണക്ക് തട്ടത്തുമില്ല, അതേപോലെ വാട്ടരോഗം സംഭവിക്കത്തില്ല. മുകളിൽ നമുക്ക് കൊടുക്കുന്ന വളങ്ങൾ നല്ലപോലെ പിടിക്കുകയും ചെയ്യും. പിന്നെ കൊടുക്കേണ്ട വളങ്ങളെന്ന് വെച്ചാൽ ഇതിനൊക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെറാമീലും അതേപോലെ ചാണകപ്പൊടിയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ രാസവളം നിങ്ങൾക്ക് കൊടുക്കാം, സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ഒന്നും നമുക്ക് വീട്ടിലെ ആവശ്യത്തിനും വലിയ രീതിയിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ എന്ന് വെച്ചാൽ പച്ചമുളകിനൊക്കെ ഈ പറയുന്ന വളങ്ങൾ കൊടുത്താൽ തന്നെ നന്നായിട്ടുണ്ടാവും. പിന്നെ അതേപോലെ 5 മില്ലി നമുക്ക് ഇതിൻ്റെ പിന്നെ എന്താണ് ഫിഷ് അമിനോ ആസിഡ് 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിലാക്കി ഒഴിക്കാം. അതുമല്ലെങ്കിൽ എഗ് അമിനോ ആസിഡിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അത് അമിനോ ആസിഡ് ഉണ്ടാക്കുന്ന രീതി ഞാൻ ഒരു പ്രത്യേക രീതിയിലാണ്, അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാം. ഫിഷ് അമിനോ ആസിഡ് കൊടുക്കുകയാണെങ്കിൽ ഒരു 10 ദിവസം ഇടവേളകളിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഈ വെള്ളീച്ച ശല്യവും കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്മെല്ല് കാരണം, അതുപോലെ ഈ സ്റ്റിക്കി ആയിട്ട് അതായത് ചെറിയ രീതിയിൽ ഒട്ടുന്നുണ്ട് ഈ പറയുന്ന നമ്മൾ ഈ ഫിഷ് അമിനോ ആസിഡ് ഒഴിക്കുമ്പോൾ അതിൽ ശർക്കരയുള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നതോടുകൂടി ഈ പറയുന്ന ഇതിൻ്റെ ഈ കീടങ്ങൾ ഇതിനകത്ത് വന്നിരിക്കത്തില്ല. പിന്നെ വേണമെങ്കിൽ ഇതിനകത്ത് നിന്ന് നീരൂറ്റി കുടിക്കുന്ന ഇതിനെ ഒഴിവാക്കാൻ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ വേപ്പെണ്ണയാണ്. അപ്പോൾ വേപ്പെണ്ണയും പിന്നെ അതേപോലെ തന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് വേപ്പെണ്ണ ഒരു 10 മില്ലി 1 ലിറ്റർ വെള്ളത്തിലേക്ക്, അതിലേക്ക് ഒരു 2-3 വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടതിന് ശേഷം
1 ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കി അതേപോലെ അതിനും ഒരു നുള്ളു ശർക്കര ഇടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ശർക്കര ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡിഷ് വാഷ് ഉണ്ടല്ലോ, അതിൽ ഒരു തുള്ളി 1-2 തുള്ളി അതിലേക്ക് ഒഴിക്കുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പിടിച്ചിരിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് ഈ നീരൂറ്റി കുടിക്കുന്ന ചെറിയ കീടങ്ങൾ നമ്മൾ കാണാൻ പറ്റത്തില്ല, മൈക്രോസ്കോപ്പിലൂടെ ഒക്കെ കാണാവുന്ന ടൈപ്പുള്ള ചെറിയ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് നീരൂറ്റി കുടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. വെള്ളീച്ചയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തട്ടുമ്പോൾ തന്നെ ഇത് പറന്നു പോകുന്നതുകൊണ്ട് നമുക്ക് കാണാം. അല്ലാതെ ഈ പറയുന്ന ഇപ്പം ഈ കുരുടിപ്പൂ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്ന് വെച്ചാൽ ഉള്ളിൽ ജീവികളുണ്ട്, അവ നീരൂറ്റി കുടിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ രീതിയിൽ ചെയ്യാമെങ്കിൽ ഈ പിന്നീടുള്ള ഇലകൾ ഒരുപാട് കുരുടിപ്പ് വരികയാണെങ്കിൽ നമുക്കത് മുറിച്ച് കളഞ്ഞതിന് ശേഷം ഇത് തളിക്കുകയാണെങ്കിൽ പിന്നീട് വരുന്ന ഇലകളിൽ നല്ല കരുത്തോടെ വളരുകയും ആ ഉണ്ടാകുന്ന ഇലകൾ ആ തണ്ടുകളിലെല്ലാം നന്നായിട്ട് നമുക്ക് പച്ചമുളക് കിട്ടുകയും ചെയ്യും. അപ്പം ഈ രീതിയിലാണ് നമ്മൾ പച്ചമുളകിന്റെ പരിപാലനം നടത്തുന്നത്. വേനൽക്കാലത്ത് പ്രത്യേകിച്ചും പച്ചമുളക് ചെയ്യുമ്പോൾ ഇതിന്റെ വെള്ളീച്ച ശല്യം അതിരൂക്ഷമാണ്. അത് നിങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് വിഷവിമുക്തമായിട്ടുള്ള പച്ചമുളക് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പം തന്നെ കൃഷി ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.